യുകെയിലെ എഞ്ചിനീയർ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി കൃഷിയിൽ പുതിയ വഴികൾ തേടി വിജയം കൊയ്യുകയാണ് കണ്ണപുരം കീഴറയിലെ സി പ്രവീൺ. ഇത്തവണ നടത്തിയ തണ്ണിമത്തൻ കൃഷിയിൽ ക്വിന്റൽ കണക്കിന് മികച്ച വിളവാണ് ലഭിച്ചത്. കൃഷിയിലൂടെ വിജയമുറപ്പിച്ച പ്രവീൺ യുവതലമുറയ്ക്ക് മാതൃകയാണ്. കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് വിദേശത്ത് എഞ്ചിനീയറായെന്ന പ്രവീൺ ആ ജോലി ഉപേക്ഷിച്ച് ഈ രംഗത്തേക്ക് വന്നത്. ആ തീരുമാനം തെറ്റിയില്ല. 1.5 ഏക്കർ സ്ഥലത്താണ് തണ്ണിമത്തനും പച്ചക്കറികളുമെല്ലാം കൃഷി ചെയ്തത്. കിൻഡൽ കണക്കിന് തണ്ണിമത്തനാണ് കൃഷിയിലൂടെ ലഭിച്ചത്. മഞ്ഞയും ചുവപ്പും ഓറഞ്ചും ഒക്കെയായി കാണാനും കളർഫുൾ, രുചിയോ അതിമധുരം. മികച്ച വിളവ് ലഭിച്ചതിൽ ഏറെ സന്തോഷമെന്ന് പ്രവീൺ പറയുന്നു. ഇപ്പം ഇത് വിളവെടുക്കാൻ 60 ദിവസമേ വേണ്ടു. പണി തുടങ്ങി അതിന് 1 മാസം മുന്നേ നമ്മൾ എല്ലാം ബാക്കിയുള്ള പണികളുണ്ടല്ലോ, ബണ്ട് മേക്കിങ്, വിത്ത് പിന്നെ മിക്കവാറും പുറത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ അത് ഹൈ ക്വാളിറ്റി വിത്താണ്. നോ യുവർ സീഡിൻ്റെ എല്ലാം നല്ല വിത്തുകളുണ്ട്. ഈസ്റ്റ് വെസ്റ്റിൻ്റെ ഉണ്ട്. അത് നമ്മൾ പയ്യന്നൂരിൽ നിന്ന് എടുക്കല്. ഇപ്രാവശ്യം 8 വെറൈറ്റി ചെയ്തില്. ഇനി 2 എണ്ണം വിളവെടുക്കാനുണ്ട്. ഇതിപ്പോൾ 6 ഉണ്ട്. വിളവെടുപ്പ് ഉത്സവത്തിന് ഇവ വാങ്ങാനും ആളുകളുടെ തിക്കും തിരക്കുമായിരുന്നു. തണ്ണിമത്തൻ, പച്ചക്കറികൾ തുടങ്ങിയവയുടെ വിപണനോദ്ഘാടനം കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഏറ്റവും അധികം കൈപ്പാട് കൃഷിയിൽ നെല്ല് ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഈ കീഴറ മേഖല. ആ കാലത്ത് കൈപ്പാട്ട് എന്നുള്ള കൃഷിയിലേക്ക് വലിയ ചെലവില്ലാത്തൊരു കൃഷിയായിരുന്നു അത്. അപ്പോൾ കാർഷിക മേഖലയോട് വന്നിട്ടുള്ള ഒരു ചെറിയ തോതിലുള്ള ഒരു അകൽച്ച എല്ലാ കൃഷിയെയും ബാധിച്ചിട്ടുണ്ട്. പിന്നീടാണ് നമ്മൾ കൈപ്പാടിൽ നിന്നുണ്ടാക്കുന്ന നെല്ലിനെ കുറിച്ച്, അതിൻ്റെ ആ ജൈവ മേന്മയെ കുറിച്ചൊക്കെ പഠിച്ച് ഏറ്റവും കൂടുതൽ വിലയുള്ള, നമ്മൾ പാലക്കാട് നിന്ന് പ്രത്യേകമായി ഇറക്കുമതി ചെയ്ത മട്ടയൊക്കെ വാങ്ങാൻ തുടങ്ങിയത്. തുറന്ന കൃഷിയിടത്തിൽ മണ്ണ് ബണ്ടുകളാക്കി ഡ്രിപ്പ് ഇറിഗേഷൻ സഹായത്തോടെയുള്ള കൃത്യത കൃഷിയാണ് നടത്തിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രേമ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. TK ദിവാകരൻ, കൃഷി ഓഫീസർ U പ്രസന്നൻ, PV ദാമോദരൻ തുടങ്ങിയവർ വിളവെടുപ്പ് ഉത്സവത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.